നമസ്തേ. 11/3/2025 ചൊവ്വാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ ആണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റിക്കറെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. പിന്നെ ഈ നക്ഷത്രഫലങ്ങളൊക്കെ നിങ്ങൾക്കായി നൽകുന്നത് ഇതിനകത്ത് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ അനുഭവിക്കാതിരിക്കാനാണ്. അപ്പോൾ ദോഷങ്ങളുണ്ടെന്ന് അറിഞ്ഞാൽ അത് നമുക്ക് മുൻകൂട്ടി മനസ്സിലായാൽ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ബോധപൂർവം ശ്രമിക്കാൻ കഴിയും. അതാണ് ഈ നക്ഷത്രഫലങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് ദോഷങ്ങളൊക്കെ ഭംഗിയായി പറയുക തന്നെ ചെയ്യും. ഈ ദോഷങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള ആളുകൾ ഈശ്വരാധീനം വരുത്തി മുന്നോട്ട് പോകണം. കാരണം നമ്മളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. കാരണം നമ്മളുടെ കയ്യിലല്ല ഈ എല്ലാ കാര്യങ്ങളും എന്ന് മനസ്സിലാക്കുക. മനുഷ്യാതീതമായ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് വരുമായിരുന്നല്ലോ. ഒന്നും നമ്മുടെ ഇഷ്ടത്തിന് വരുന്നില്ലല്ലോ. മറ്റാരുടെയും ഇഷ്ടത്തിനല്ലേ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ആ വ്യക്തിയെ ആ ഇഷ്ടത്തിന് മറ്റാരുടെയോ ഇഷ്ടത്തിനാണ് ഇവിടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ പോലും നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ അംഗീകരിക്കുക, സ്വീകരിക്കുക. അതാണ് ഈശ്വരൻ. അപ്പോൾ അതിന് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാമം ജപിച്ച് തൃപ്തിപ്പെടുത്തുക ഭഗവാനെ. നാമജപത്തിലൂടെ തൃപ്തിപ്പെടുത്തുക, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. അപ്പോൾ ദോഷങ്ങൾ വരുന്നവർ ആ ശക്തിക്ക് മുന്നിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അർപ്പിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക. അങ്ങനെ ആരംഭിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നന്നായി ഇതൊക്കെ കണ്ടിട്ട് ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഒരു സാത്വിക ഭാവന വളർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഒരു സാത്വിക ഭാവന വളർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എല്ലാവരിലും ഈശ്വരൻ്റെ അംശം തന്നെയാണ് ഉള്ളത്. നമ്മളിൽ ഈശ്വരാംശമുള്ളതുപോലെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മറ്റ് സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ്റെ അംശം തന്നെയാണ് ഉള്ളത്. അത് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലും നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ഈശ്വരാംശമാണുള്ളതെന്ന് മനസ്സിലാക്കി പരസ്പരം കലഹിക്കാതെ ഉപദ്രവിക്കാതെ ഒക്കെ ജീവിക്കാനായിട്ടും കൂടെ മനസ്സിനെ മാറ്റുക. ആസുരിക ഭാവത്തെ മാറ്റുക. എല്ലാവരിലും ഒരു ആസുരിക ഭാവമുണ്ട്. ഒരാളിൽ മാത്രമല്ല, സർവ്വചരാചരങ്ങളിലും ആസുരിക ഭാവമുണ്ട്. ഈ ആസുരിക ഭാവത്തെ മാറ്റാനായിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോവുക. നമുക്കിനി വീഡിയോയിലേക്ക് വരാം. മേടം രാശിയുടെ ഫലമാണ് ഇവിടെ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് ആ ശുഭാശുഭ ഫലം പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമുക്കത് ആദ്യം നോക്കാം, എന്നിട്ട് മേടക്കൂറ് പറയാം. 11/3/2025 ചൊവ്വാഴ്ച മേടം, ധനു, മകരം രാശിക്കാർക്ക് ശുഭകരമാണ്. ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. കർക്കിടകം, ചിങ്ങം, കന്നി, വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ്. മിഥുനം, തുലാം, കുംഭം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. അപ്പോൾ ഈ കഠിന ദോഷമൊക്കെ ഉള്ളവർ നന്നായി ഈശ്വര ഭജനം നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കഠിന ദോഷമൊക്കെ ഉള്ളവർ. കാരണം ഈ ചാരഫലം എന്ന് പറയുന്നത് പരിഹാരമുള്ളതാണ്. ഈശ്വരനെ നന്നായി പ്രാർത്ഥിച്ചാൽ ഈ ദോഷങ്ങൾക്ക് മാറ്റം വരും പൂർണ്ണമായിട്ടും എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നന്നായി ഈശ്വരഭജനം നടത്തുക ഈ കഠിനദോഷം പറയുന്ന കൂറുകാർ. ഇനി നമുക്ക് വിശദമായിട്ട് വരാം. മേടൻ രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടൻ രാശി. മേടൻ രാശിക്ക് പൊതുവേ ശുഭകരമാണ്. എന്നാൽ മേടൻ രാശിയെ സംബന്ധിച്ച് മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകുന്ന ഒരു ദിവസമായിരിക്കും. അത് മേടം രാശിക്ക് മനസ്സ് ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം അസ്വസ്ഥമാകും. അപ്പോൾ എന്താ,
നമ്മുടെ ചിന്തകൾ കാട് കയറുന്നു എന്ന് മനസ്സിലായാൽ വേഗം ആ ചിന്തയെ മനഃപൂർവ്വം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും നാമം ജപിക്കുകയോ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ആ മനസ്സിനെ ഒന്ന് മാറ്റുന്നതിനായിട്ട് മനഃപൂർവ്വം ശ്രമിക്കുക. അതേപോലെ മാതൃസ്ഥാനീയരോടൊക്കെ സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധയും കരുതലും കൊടുക്കണം. അവരത്ര അനുകൂലമല്ല. നമ്മളോട് അനുകൂലമല്ലാത്തവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി ചെയ്താൽ ആ അവസ്ഥ അനുകൂലമല്ലാത്ത ആ അവസ്ഥയെ കൂടുതൽ പ്രതികൂലമാക്കാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ല എങ്കിലും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് മേടക്കൂറുകാർക്ക് കഴിയും. എല്ലാത്തിലും ഒരു ആത്മവിശ്വാസവും ഒക്കെ മേടക്കൂറുകാർക്കുണ്ടാകും. ആരോഗ്യവും വലിയ കുഴപ്പമില്ലാതെ ഇരിക്കും. എന്നാൽ സഹോദര സ്ഥാനികരൊന്നും അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ പൊതുവെ കുറയുന്ന ഒരു ദിവസമാണ് മേടക്കൂറുകാർക്ക്. പക്ഷെ സഹോദര സ്ഥാനികരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മേടക്കൂറുകാർ. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല. വാക്കുകളെ മേടൻ രാശിക്കാർ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായ നേട്ടങ്ങളുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവുമൊക്കെ മേടൻ രാശിക്കാർക്ക് ഉണ്ടാവും. മക്കളും ബന്ധുക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും. അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും. തൊഴിൽ രംഗത്ത് പൊതുവെ മേന്മയുണ്ടാകും. മറ്റുള്ള സഹപ്രവർത്തകരുടെയും മറ്റുള്ളവരുടെയും എല്ലാം അംഗീകാരം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് ലഭിക്കും. ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാനും യോഗമുള്ള ഒരു ദിവസമാണ്. പൊതുവെ മേടൻ രാശിക്കാർക്ക് അനുകൂലമാണ്. ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യമൊക്കെ ഉണ്ടാകും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. എല്ലാത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. മനസ്സും ബുദ്ധിയും പൊതുവേ ഇടവം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ആ മനസ്സ് അനുകൂലമായതുകൊണ്ടും വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നുമെന്നുള്ളത് കൊണ്ടും കുറേയൊക്കെ ആശ്വാസം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പിതൃസ്ഥാനീയരും അനുകൂലമായിരിക്കും. ചില നേട്ടങ്ങളൊക്കെ ഇടവം രാശിക്കാർക്ക് ഉണ്ടാകുകയും ചെയ്യും. എന്നാലും വ്യാഴ അനുകൂലമല്ല, ദൈവാധീനം അനുകൂലമല്ലല്ലോ. അപ്പോൾ ഈ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസം ആയതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങൾ ഉണ്ടായിട്ടാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതേപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ഇടവൻ രാശിക്കാർക്ക്. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മക്കളുമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. മറ്റുള്ളവരിൽ നിന്ന് അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. സഹപ്രവർത്തകരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഇടവക്കൂറുകാർ. ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധയും കരുതലും മിഥുനം രാശിക്കാർക്ക് കൊടുക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. പൊതുവെ വാക്കുകളൊക്കെ അനുകൂലമായിരിക്കുന്നത് കൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും മിഥുനം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കും. എന്നാൽ ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് പല കാര്യങ്ങളും 1-2 വട്ടം ആലോചിച്ചിട്ടാണ് ചെയ്യാവൂ. തൊഴിൽ മേഖല, തൻ്റെ കർമ്മ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പോലും ഒന്ന് ആലോചിക്കണം. താൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവൂ. കാരണം ദൈവാധീനം വളരെ കുറവാണ്. അതേപോലെ
ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും ഉണ്ടാവും, അലസത ഉണ്ടാവും. അപ്പോൾ ഈ അലസത മാറ്റി വയ്ക്കാനായിട്ട് മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരൊന്നും മിഥുനക്കൂറുകാർക്ക് അനുകൂലമല്ല. ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ധനപരമായി നഷ്ടങ്ങൾ വരും. കുടുംബത്തിൽ കലഹവും അഭിപ്രായ വ്യത്യാസവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം കരുതലും ശ്രദ്ധയും എടുക്കുക എന്നർത്ഥം. അതുപോലെ ജീവിത പങ്കാളിയും അത്ര അനുകൂലമായിരിക്കില്ല. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകാൻ ശ്രദ്ധിക്കുക. ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ മേഖലയിലും അനുകൂലമല്ല. സഹപ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ അനുകൂലമല്ലാത്ത രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. പല അംഗീകാരങ്ങളും മറ്റുള്ളവർ കൊണ്ടുപോവുകയും ചെയ്യും. നമുക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ, ഈ നാളുകാർക്ക്, മിഥുനക്കൂറുകാർക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ മറ്റുള്ളവർ കൊണ്ടുപോകുകയും ചെയ്യും. അതൊക്കെ മനസ്സിലാക്കി ഈ ദിവസത്തെ സമീപിക്കുക. ഇനി കർക്കിടകം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകം. കർക്കിടകൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ്. അത്ര അനുകൂലമായ ദിവസമൊന്നുമല്ല. കാര്യം ദോഷമാണെങ്കിലും പൊതുവെ ദൈവാധീനം ഒന്ന് തെളിഞ്ഞു കിട്ടുന്ന ദിവസമാണ് കർക്കിടകൂറുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മനസ്സ് വെച്ചാൽ അത്ര അനുകൂലമല്ലെങ്കിലും കുറച്ചൊക്കെ അനുകൂലമാക്കി എടുക്കാനായിട്ട് കർക്കിടകൂറുകാർക്ക് കഴിയും. ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും കർക്കിടകൂറുകാർക്ക് ഉണ്ടാകും. എന്തും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു ദിവസമായിരിക്കും അവരത്. അലസതയായിരിക്കും. അതേപോലെ എന്നാൽ അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ട രീതിയിൽ എത്തിക്കാനായിട്ട് കുറേ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാലും അവർക്ക് കഴിയും. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും കർക്കിടകക്കാർക്ക്. എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സമീപനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ കർക്കിടകക്കൂറുകാർക്ക് നന്നായിട്ട് ഉണ്ടാകുകയും ചെയ്യും. ആരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. കാരണം ശത്രു ആരാ മിത്രമാരാന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ശത്രുക്കൾ ഇപ്പോൾ ഞാൻ നിൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞല്ലല്ലോ വരിക. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാവരെയും ഒരു മാർജിൻ ഇട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഈ ദിവസം എന്നർത്ഥം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല. അതേപോലെ ധനപരമായ നേട്ടങ്ങളൊക്കെ ഒരു പരിധി വരെ ഉണ്ടാകുന്ന ദിവസമാണ് കർക്കിടകക്കൂറുകാർക്ക്. മക്കൾ സ്ഥാനീയരും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. അവരിൽ നിന്ന് പല സഹായവും കിട്ടുകയും ചെയ്യും. എന്നാൽ അതേപോലെ തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരാണെങ്കിലും മേലുദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ അനുകൂലമായിരിക്കില്ല. അതേപോലെ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവരുടെ തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അനുകൂലമായിരിക്കില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ അലർജി സംബന്ധമായ അസുഖമുള്ള കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിങ്ങം. മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ്. അവരുടെ മനസ്സ്, ബുദ്ധി മുതലായവ അത്ര അനുകൂലമല്ലാത്തത് കൊണ്ടും ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ടും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അവർക്ക് ഉണ്ടാകും. അത് ശ്രദ്ധിക്കുക. അതേപോലെ എപ്പോഴും ചിങ്ങൻ രാശിക്കാർക്ക് ഒരു അലസത ഉണ്ടാകും. മനസ്സ് അത്ര മനസ്സ് പൊതുവെ അനുകൂലമാണ്. അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഒരു പരിധി വരെ നേട്ടങ്ങളാക്കി എടുക്കാൻ മനസ്സ് അനുകൂലമാണല്ലോ. അതുകൊണ്ട് മനസ്സും ബുദ്ധി അനുകൂലമാണെങ്കിൽ പല ദോഷങ്ങളെയും നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നത്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അനുകൂലമാണ് ചിങ്ങൻ രാശിക്കാർക്ക്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് കഴിയും. എന്നാൽ സാമ്പത്തികമായ ചില നഷ്ടങ്ങളുണ്ടാകും. കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവൊക്കെ അനുഭവപ്പെടും. എങ്കിലും ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു പരിധി വരെ അനുകൂലമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ചിങ്ങൻ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും
ഒക്കെ ഉള്ളവരിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തൊഴിൽ രംഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി മദ്യമൊക്കെ ഉപയോഗിക്കുന്നവർ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിൽ. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസം തന്നെയാണ്. എങ്കിലും അവർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളും അനുകൂലമായി തീരും. എല്ലാ കാര്യത്തിലും കന്നിക്കൂറുകാർക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ മനസ്സ് ഒരു സ്വസ്ഥത കുറവ് കന്നി രാശിക്കാർക്കുണ്ടാകും. അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്വസ്ഥത കുറയുന്ന ഒരു ദിവസമാണ്. അത് ശ്രദ്ധിച്ചു പോവുക. സഹോദര സ്ഥാനീയരൊന്നും കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളും കന്നിക്കൂറുകാർക്ക് ഉണ്ടാകും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. കന്നിക്കൂറുകാർക്ക് വാക്കുകൾ അത്ര മേന്മയുള്ളതല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ ശത്രുതയൊക്കെ ക്ഷണിച്ചു വരുത്താനും യോഗമുള്ള ഒരു ദിവസമാണ്. ജീവിത പങ്കാളി ഒട്ടും അനുകൂലമല്ല. സാമ്പത്തികമായ കാര്യങ്ങളും അനുകൂലമല്ല. കുടുംബത്തിലാണ് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ തൊഴിൽ മേഖല പൊതുവെ അനുകൂലമായിരിക്കും. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ കിട്ടും. അതേപോലെ കന്യക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലും വീട്ടിലുമൊക്കെ ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തുലാം രാശി, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി. തുലാം രാശിക്കാർക്ക് ദൈവാധീനം ആയിട്ടില്ലാത്ത ദിവസമാണ്. ദൈവാധീനം കുറവുള്ളൊരു ദിവസമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. അലസതയായിരിക്കും പ്രധാനമായിട്ടും തുലാം രാശിക്കാർക്കുണ്ടാകുക. അലസത മൂലം പല കാര്യങ്ങളും മാറ്റിവെക്കുന്നൊരവസ്ഥ തുലാം രാശിക്കാർക്കുണ്ടാകും. അതേപോലെ മനസ്സ് അനുകൂലമായിരിക്കും. അനാവശ്യമായ ചിന്തകളൊന്നും മനസ്സിൽ വരാതെ മനസ്സിനെ ശാന്തമാക്കി നിർത്താനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയും. ബുദ്ധിയും അനുകൂലമായിരിക്കും. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് അവർക്ക് മാനസികമായ സഹായാവസ്ഥ കുറവായിരിക്കും നിങ്ങളോട്, തുലാം രാശിക്കാരോട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നർത്ഥം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുദോഷം ഉണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തുലാം രാശിക്കാർക്ക് ഉണ്ടാകും. വളരെ ശ്രദ്ധിക്കുക. അപകടമൊന്നും ഉണ്ടാകാതെ ഒക്കെ പോകുന്നതിനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. വാഹനമൊക്കെ ഓടിക്കുന്ന തുലാം രാശിക്കാർ നന്നായി ശ്രദ്ധിച്ചു പോകുന്നത് നന്നായിരിക്കും. ഇനി വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസം തന്നെയാണ് വൃശ്ചികം രാശിക്കാർക്ക്. എങ്കിലും ദൈവാധീനമുണ്ട് എന്നൊരു മേന്മയുണ്ട്. ആത്മവിശ്വാസക്കുറവുണ്ടാകും. എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്ത് തീർക്കാനായിട്ട് വൃശ്ചികം രാശിക്കാർക്ക് കഴിയില്ല. അതേപോലെ മനസ്സ് ഒരു സ്വസ്ഥമായിരിക്കില്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. പിതൃസ്ഥാനീയരൊന്നും വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷവും വൃശ്ചികം രാശിക്കാർക്കുണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. എങ്കിലും ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ ഒരു പിൻബലം വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകും. അതൊരു മേന്മയുള്ള കാര്യമാണ്. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകളും വളരെ ശ്രദ്ധിക്കാനായിട്ട് വൃശ്ചിക രാശിക്കാർ ശ്രദ്ധിക്കണം. ധനു,
മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം ധനുരാശി. ധനുരാശിക്ക് മേന്മയുള്ള ഒരു ദിവസം തന്നെയാണ്, ശുഭകരമാണ്. എങ്കിലും ഒരല്പം ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനായിട്ട് കുറച്ച് തടസ്സങ്ങൾ, കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും. എങ്കിലും കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടുകയും ചെയ്യും. ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് ധനുരാശിക്കാർക്ക് കഴിയും. അലസതയൊന്നും ഉണ്ടാകില്ല. അതേപോലെ മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കും. അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ തടസ്സങ്ങൾ വരും എന്ന് മാത്രം. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ധനുരാശിക്കാർക്ക് പൊതുവെ അനുകൂലം ആയിരിക്കും. ധനപരമായ നഷ്ടമുണ്ടാകാനൊരു സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ, കലഹങ്ങൾക്കും സാധ്യതയുണ്ട്, കരുതിയിരിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഇത്. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിലും ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. മനസ്സൊക്കെ നന്നായി പ്രവർത്തിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ മാനസികമായൊരു സ്വസ്ഥതയൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കും. ആരോഗ്യമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സഹോദര സ്ഥാനീയരും അനുകൂലമായിരിക്കും. ശത്രുദോഷമൊക്കെ വളരെ കുറവ് വരുന്നൊരു ദിവസമായിരിക്കും. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികളും അനുകൂലമായിരിക്കില്ല. ധനപരമായ കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നടന്നു കിട്ടും. മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്ക് ദോഷമാണ്. കഠിനമായ ദോഷമുള്ള ദിവസമാണ് ഈ രാശികൾക്ക്. എങ്കിലും കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അവർക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട്, ശാന്തമായി നിൽക്കുന്നതുകൊണ്ട് എല്ലാം ഒരു ഇതിലെത്തിക്കാൻ കഴിയും. എങ്കിലും ദൈവാധീനക്കുറവ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാക്കും. ആത്മവിശ്വാസക്കുറവായിരിക്കും എല്ലാത്തിലും. അലസതയും ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. വാക്കുകൾ കുംഭം രാശിക്കാർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് കുറച്ചൊക്കെ ശത്രുദോഷങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ചാൽ കഴിയും. ധനപരമായ കാര്യങ്ങളിലെല്ലാം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിലാണെങ്കിൽ ഒരു ചെറിയ സ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ വിരോധം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലോ വീട്ടിലോ ചെല്ലാതിരിക്കാൻ കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരിട്ടാതി, രേവതി ഒട്ടും അനുകൂലമല്ല മീനം രാശിക്കാർക്ക്. കഠിന ദോഷമുള്ള ദിവസമാണ്. ദൈവാധീനം ഒട്ടുമില്ലാത്ത ഒരു ദിവസത്തിലൂടെയാണ്, കുറച്ച് നാളത്തേക്കും കൂടെ അങ്ങനെയാണ് കടന്നു പോകുന്നത്. ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ ഒരു പരിധി വരെയുള്ള അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവുമെന്നൊഴികെ എല്ലാ കാര്യത്തിനും ഒരു അലസത പ്രധാനമായിരിക്കും. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു അലസത തോന്നും. എല്ലാം മാറ്റിവെക്കും. ഇത് തന്നെ മീനൻ രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത ഒരു സ്ഥിതി മറ്റുള്ള ഭാഗത്ത് ഉണ്ടാകും. ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല. മനസ്സിലാണെങ്കിലും ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം അസ്വസ്ഥമായിരിക്കും. അതുമൂലം അത് മുഖത്ത് പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്കും അതുകൊണ്ട് അകൽച്ച ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മാതൃപിതൃസ്ഥാനീയർ മീനം രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷവും മീനം രാശിക്കാർക്കുണ്ടാകും. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർ അത്ര അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ മീനം രാശിക്കാർക്കുണ്ടാകും. അതേപോലെ
തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരും കൂടെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ തൊഴിലാളികൾ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നവർക്കാണെങ്കിൽ തൊഴിലാളികളൊന്നും അനുകൂലമല്ല. അതുകൊണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവരും വളരെ ശ്രദ്ധിക്കണം. ഇത് ഒരു പൊതുഫലമാണെന്ന് അറിഞ്ഞ് നിങ്ങളിതിനെ സ്വീകരിക്കുക. ഇതിനകത്ത് ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ നന്നായി നാമം ജപിച്ച് ദോഷങ്ങളെയൊക്കെ മാറ്റാൻ ശ്രദ്ധിക്കുക. ധർമ്മദൈവത്തിലൊക്കെ പോയി ഇന്ന് തൊഴുതിട്ട് വരിക. പ്രധാനമായിട്ടും അങ്ങനെയുള്ളവർ അത് ചെയ്യുക. പ്രധാനമായിട്ട് മിഥുനം, തുലാം, കുംഭം, മീനം രാശിക്കാർ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നാമജപമൊക്കെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.